വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയങ്ങ് രോഹിതിൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ രോഹിതിൻ്റെ മുഖഭാവം കണ്ടിട്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താ പ്രശ്നമെന്ന് വിഷ്ണു രോഹിതിനോട് ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്ന് രോഹിത് പറയുന്നുണ്ട്. എങ്കിൽ നമ്മൾ അമ്മയൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് പ്രീതിയും ശാലിനിയും വിളിച്ചുകൊണ്ടങ്ങ് അകത്തേക്ക് വിഷ്ണു പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കല്യാണ പന്തൽ തന്നെയാണ്. അവിടെ രമണൻപിള്ളയും കമലനുമാണ് പന്തലിലുള്ളത്. ഈ സമയത്ത് ഒരു പെൺകുട്ടി കാറിൽ വരുന്നുണ്ട്. വന്ന് ഇറങ്ങുമ്പോൾ ആരാന്നും പറഞ്ഞ് കമലനും രമണൻപിള്ളയും നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സുസ്മിതയുടെ ഏതെങ്കിലും കൂട്ടുകാരി ആയിരിക്കുമെന്ന് രമണൻപിള്ള പറയുകയാണ്. തുടർന്ന് ആരെയും ശ്രദ്ധിക്കാതെ പന്തലിലേക്ക് അങ്ങ് കയറി വന്ന ശേഷം രോഹിത് എന്ന് അകത്തേക്ക് നോക്കി ഉറക്കെ ആ പെൺകുട്ടി വിളിക്കുകയാണ്. അന്നേരം എല്ലാവരും ആ വിളി ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് രോഹിത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കൂടെ ശാലിനിയും പിന്നെ പ്രീതിയും വിഷ്ണുവും ഒക്കെയുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത്തിന് എന്നെ മനസ്സിലായില്ലേ, അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ കുട്ടി തിരിയുകയാണ്. തുടർന്ന് നിക്ക് എന്ന് പറഞ്ഞ് സത്യഭാമ അപ്പോഴേ അകത്തു നിന്നും വരികയാണ്. കൂടെ സരളയും പത്മാവതിയും രാഘവൻ നായരും ഒക്കെയുണ്ട്. അന്നേരം നീ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇനി ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് സങ്കടഭാവത്തോടു കൂടി വീണ്ടും തിരിയുമ്പോൾ ഇത് സത്യഭാമയുടെ വീടാണ്, ഇവിടെ വന്ന് പിച്ചും പേയും പറഞ്ഞിട്ട് പോകാനൊന്നും പറ്റില്ല, എന്താണ് കാര്യമെന്ന് പറയുമെന്ന് ഭാമ അങ്ങ് ദേഷ്യത്തോടു കൂടി ആ കുട്ടിയോട് ചോദിക്കുകയാണ്. സംഭവം ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് രോഹിത്തും വിഷ്ണു ശാലിനിയും ഒക്കെ. സുസ്മിതയും അവിടത്തേക്ക് വന്നിട്ടുണ്ട്. തുടർന്ന് രോഹിത്തേട്ടനോട് ചോദിച്ചാൽ മതി, ഞാൻ ആരാണെന്ന് പറയുമെന്ന് ആ പെൺകുട്ടി പറയുകയാണ്. അന്നേരം രോഹിത്തേട്ടനോ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടിയെ കാണുന്നത് എന്ന് പറഞ്ഞ് രോഹിത് അങ്ങ് കൈയ്യഴുകയാണ്. തുടർന്ന് വീണ്ടും ആ പെൺകുട്ടി പറയുകയാണ്, രോഹിത്തേട്ടൻ അത്ര പെട്ടെന്ന് മറന്നുപോയോ, രോഹിത്തേട്ടൻ്റെ സുസ്മിതയെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആ പേര് കേട്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പഴയ സുസ്മിത വീണ്ടും വന്നു എന്നുള്ള ഒരു നാടകമാണ് അവിടെ അരങ്ങേറുന്നത്. പക്ഷെ അത് സത്യമല്ല എന്ന് ഭാമയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. ഇനി ഇത് ചിലപ്പോൾ സുസ്മിത കൊണ്ടുവന്ന പെൺകുട്ടി ആവാനാണ് സാധ്യത. ഇത് കേട്ടിട്ട് രാഘവൻ നായർ കരുതുന്നുണ്ട്, പച്ചക്കള്ളമാണല്ലോ ഇവള് പറയുന്നതെന്ന്. അന്നേരം ആ സുസ്മിതയെ രോഹിത്തേട്ടൻ മറന്നുപോയെന്ന് ചോദിക്കുന്നത് ഭാമ കേൾക്കുമ്പോൾ അന്ന് ആദ്യമായിട്ട് രോഹിത് തന്നെ കാണാൻ വന്നപ്പോൾ ഒരു പെൺകുട്ടി തന്നെ ചതിച്ചതും പേര് ചോദിച്ചപ്പോൾ സുസ്മിത എന്ന് പറഞ്ഞതും ഭാമ ഓർക്കുകയാണ്. തുടർന്ന് വീണ്ടും ആ പെൺകുട്ടി പറയുകയാണ്, നമ്മൾ അത്ര വലുതായിട്ട് സ്നേഹിച്ചതല്ലേ, എങ്ങനെ എന്നെ പെട്ടെന്ന് ഇങ്ങനെ മറക്കാനായിട്ട് സാധിച്ചു, അതിൻ്റെ കാരണം എനിക്കിപ്പോൾ മനസ്സിലായി, എന്നെക്കാൾ സൗന്ദര്യവും പണവുമുള്ള പെൺകുട്ടിയെ കണ്ടപ്പോൾ രോഹിത്തേട്ടൻ പഴയ സുസ്മിതയെ അങ്ങ് മറന്നു, രോഹിത്തേട്ടനെ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, എനിക്കതിൽ എതിർപ്പൊന്നുമില്ല, പക്ഷെ എന്നെ മറന്നു എന്ന് പറഞ്ഞല്ലോ, നമ്മൾ എന്നെ ഒന്നായതല്ലേ എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. എടി നിന്നെന്നും പറഞ്ഞ് രോഹിത് ആ പെൺകുട്ടിയെ അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോൾ സത്യഭാമ അത് തടുക്കുകയാണ്. തൊട്ടുപോകരുത് ഇവളെ എന്ന് ഭാമ ദേഷ്യത്തോടെ പറയുമ്പോൾ ശാലിനി മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്, സത്യമ്മ ഇവള് പറയുന്നതൊക്കെ കള്ളമാണെന്ന്. അന്നേരം വിഷ്ണുവും അത് ശരിവെച്ച് പറയുകയാണ്, അമ്മ ഇതിലെന്തോ ചതിയുണ്ടെന്ന്. അന്നേരം അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ഭാമ അവരോട് ചോദിക്കുകയാണ്. തുടർന്ന് ഭാമ ആ രോഹിതിനോട് പറയുകയാണ്, നീ ഇതുവരെ പറഞ്ഞ കഥകളെല്ലാം ഞാൻ വിശ്വസിച്ചു, അതിൻ്റെ പകുതി കഥ ഇവളും പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന് ഭാമ പറയുമ്പോൾ ഇതൊന്നും സത്യമല്ല, ഞാൻ സ്നേഹിച്ചിരുന്ന സുസ്മിത ഇതല്ല എന്ന് രോഹിത് പറയുകയാണ്. അപ്പോൾ അവൾ എവിടെയെന്ന് ഭാമ ചോദിക്കുമ്പോൾ രോഹിത് ഇങ്ങനെ സുസ്മിതയെ നോക്കുന്നുണ്ട്. സുസ്മിത ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ബാക്കി ആർക്കും അതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നില്ല. രോഹിത് മറുപടി പറയുന്നില്ല. തുടർന്ന് പത്മാവതിയെ വിളിക്കുകയാണ് സത്യഭാമ. എന്നിട്ട് പത്മാവതിയമ്മോട് ചോദിച്ചിട്ടുണ്ട്, ഇതിന് മറുപടി നിങ്ങൾ പറയണം, നിങ്ങളെ വീട്ടിലൊക്കെ ആ പെൺകുട്ടി വന്നിട്ടുണ്ടെന്നല്ലേ പറയുന്നതെന്ന്. അന്നേരം പത്മാവതിയമ്മ പറയുന്നുണ്ട്, ഇവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ആ പഴയ സുസ്മിത ഈ കുട്ടി അല്ല എന്ന് പറയുകയാണ്. അന്നേരവും അങ്ങ് ആ സുസ്മിത എന്ന് പറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടി രോഹിത്തിൻ്റെ കൈ ഓടി ഒന്ന് പിടിച്ചിട്ട് പറയുകയാണ്, അപ്പോൾ എൻ്റെ മാനത്തിനും നഷ്ടത്തിനും ഒന്നും ഒരു വിലയില്ലേ എന്ന്. അന്നേരം കൈയൊക്കെ രോഹിത് തട്ടി മാറ്റുന്നുണ്ട്. തുടർന്ന് സരള വന്ന് ഭാമയോട് പറയുകയാണ്, ഭാമ ഇത്രയുമൊക്കെ പ്രശ്നമായ സ്ഥിതിക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ കല്യാണം, നാളെ തന്നെ കല്യാണം നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന്. അന്നേരം വിഷ്ണുവിനും ശാലിനിക്കുമൊക്കെ ഒരു ഞെട്ടലുണ്ടാകുകയാണ്, ഇനി കല്യാണം മുടങ്ങുമോ എന്നുള്ള പേടി. പക്ഷേ ഭാമ ആ വന്ന പെൺകുട്ടി അങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, ഭാമ നിശ്ചയിച്ചിനൊന്നും ഒരു മാറ്റവും വരില്ല, നാളെ തന്നെ വിവാഹം നടക്കും, രോഹിത്തിൻ്റെ വിവാഹം നാളെ തന്നെ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനും ശാലിനിക്കും രാഘവൻ നായർക്കും ഒക്കെ ആശ്വാസമാകുന്നുണ്ട്. തുടർന്ന് ബാക്കി സത്യഭാമ പറയുകയാണ്,
വധു സുസ്മിത തന്നെയാണ്, പക്ഷേ ഏത് സുസ്മിതയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ വന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നീ വെറുതെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ, സത്യഭാമയ്ക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ വേണം. നാളെ മുഹൂർത്തം വരെ നിനക്ക് ഞാൻ സമയം അനുവദിക്കും. അതിനുള്ള തെളിവുകളുമായിട്ട് വന്നാൽ നീ ആയിരിക്കും രോഹിത്തിൻ്റെ വധു, അല്ലെങ്കിൽ ദേ ഈ സുസ്മിത ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ സുസ്മിതയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തുടർന്ന് സമാധാനമായിട്ട് പോയിട്ട് വാ എന്ന് പറയുമ്പോൾ സത്യാമ്മയെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറയുകയാണ് ആ പെൺകുട്ടി. തുടർന്ന് ആ പെൺകുട്ടി പോവുകയാണ്. സത്യാമ്മ നീതി മാത്രമേ സത്യഭാമ നടപ്പിലാക്കുകയുള്ളൂ, തെളിവുകളുമായിട്ട് വരാൻ പറഞ്ഞിട്ട് ആ കുട്ടിയെ പറഞ്ഞയക്കുകയാണ്. തുടർന്ന് പത്മാവതി അമ്മ വന്ന് സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്, എന്താ സത്യാമ്മ ഇതൊക്കെ? എൻ്റെ മകൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണോ പറയുന്നതെന്ന്. അന്നേരം ഞാൻ ആരെയും വിശ്വസിച്ചിട്ട്, അതും അവൾ പറയുന്ന കഥകൾ കേട്ട് എന്നുകൂടി പത്മാവതി ചോദിക്കുമ്പോൾ ഞാൻ ആരെയും വിശ്വസിച്ചിട്ടില്ല, നിങ്ങളെ അടക്കം വിശ്വസിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആ സുസ്മിത പറയുന്നതാണ് ചെയ്തതെങ്കിൽ ശരിയെങ്കിൽ രോഹിതല്ലേ ഏറ്റവും വലിയ ചതി ചെയ്തത്. അപ്പോൾ പിന്നെ അവൾക്ക് ആരുടെയും മുമ്പിൽ ഇനി താലി കെട്ടാനായിട്ട് തല കുനിക്കാൻ സാധിക്കില്ലല്ലോ. ഒപ്പം തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ സത്യഭാമ എന്ത് വിശ്വസിക്കും, നീതി മാത്രമേ സത്യഭാമ നടപ്പിലാക്കുകയുള്ളൂ എന്നിങ്ങനെ പത്മാവതി അമ്മയോട് പറയുന്നുണ്ട്. എന്നാൽ രോഹിത് എന്തൊക്കെയോ പറയാൻ വരുന്നെങ്കിലും രോഹിത് പറയുന്നില്ല. തുടർന്ന് ആൻറ്റി എന്നും പറഞ്ഞ് ഒരു സങ്കടഭാവത്തിൽ അടുത്തേക്ക് വരികയാണ് സുസ്മിത. എന്നിട്ട് പറയുന്നുണ്ട്, രോഹിതമായിട്ടുള്ളൊരു വിവാഹ ജീവിതം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ്, പക്ഷെ മറ്റൊരു ജീവിതം ചവിട്ടി തേച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു സന്തോഷം വേണ്ട, രോഹിതിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ സങ്കടഭാവത്തിൽ പറയുകയാണ്. അതും കൂടി ആവുമ്പോൾ രോഹിതിന് മനസ്സിലാകുന്നുണ്ട്, എടി വഞ്ചകി, നീ ഇങ്ങനെ ഒരു ആയുധം കയ്യിൽ വെച്ചിട്ടാണ് ചിരിച്ച് നടന്നതല്ലേ എന്ന്. അന്നേരം ശാലിനിക്കും വിഷ്ണുവിനും ഒക്കെ മനസ്സിലാവുന്നുണ്ട് ഇത് സുസ്മിത ഇറക്കിയ ആയുധം തന്നെയാണെന്ന്. അന്നേരം മോള് വിഷമിക്കണ്ട, അവള് തെളിവുകളുമായിട്ട് വരട്ടെ, നമുക്ക് അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് സുസ്മിതയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചിട്ട് ഫാമ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഫാമയും സുസ്മിതയും ഒക്കെ അങ്ങ് അകത്തേക്ക്, സരളയും ഒക്കെ അകത്തേക്ക് കയറി പോകുമ്പോൾ പത്മാവതി അമ്മ രോഹിതിനോട് ചോദിക്കുന്നുണ്ട്, എടാ അവസാന നിമിഷം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. അന്നേരം അമ്മ ഒന്നും സംഭവിക്കില്ല, അച്ഛൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ കാവലായിട്ടുണ്ട് എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. അന്നേരം വിഷ്ണു എന്തൊക്കെയോ അങ്ങ് ആലോചിക്കുകയാണ്. അന്നേരം ബ്രോ എന്നും പറഞ്ഞ് രോഹിത് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ തോളിൽ തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണു എന്തൊക്കെയോ നന്നായിട്ട് ചിന്തിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മ അമ്പലത്തിൽ പോയിട്ട് തിരികെ വരികയാണ്. അന്നേരം ശ്യാമ അവിടെ ഉമ്മറത്ത് പടിയിലിരുന്ന് പഠിക്കുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരികയാണ് ശാരിക. അമ്മ പെട്ടെന്നിങ്ങി പോന്നോ, വഴിപാട് കഴിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ശാരിക വരുന്നത്. അന്നേരം എന്താ വിശേഷം എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ സുസ്മിതയുടെ വിവാഹം അത് തന്നെയെന്ന് പറയുകയാണ് ശാരിക. തുടർന്ന് ശാരദാമ്മ പ്രസാദം ശാരികയ്ക്ക് തൊടുന്നുണ്ട്. സുസ്മിതയുടെ വിവാഹത്തിൻ്റെ വഴിപാടാണ് കഴിപ്പിച്ചതെന്ന് കേൾക്കുമ്പോൾ എനിക്കും വേണം പ്രസാദം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ശ്യാമ ഇങ്ങനെ ചാടി എണീറ്റ് അവരുടെ അടുത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ കാല് തെറ്റി ശ്യാമ വീഴാൻ പോകുന്നുണ്ട്. അന്നേരം ശ്യാമയെ ഇങ്ങനെ പിടിക്കുന്നതിനിടയിൽ ശാരദാമ്മയുടെ കയ്യിൽ നിന്നും ആ പ്രസാദം അങ്ങ് താഴെ പോവുകയാണ്. പക്ഷെ അന്നേരമേ ശാരദാമ്മയ്ക്ക് എന്തോ ഒരു ആപത്ത് സൂചനയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ശാരിക അത് ശ്രദ്ധിക്കാതെ ശ്യാമയെ എഴുന്നേപ്പിച്ച് എന്ത് പറ്റിയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയുടെ വിഷമം കണ്ടിട്ട് എന്താ അമ്മയും ചോദിക്കുമ്പോൾ അല്ല പ്രസാദം താഴെ പോയി എന്ന് ശാരദാമ്മ പറഞ്ഞ് വിഷമിക്കുകയാണ്. അത് സാരമില്ല, അബദ്ധത്തിൽ പറ്റിയതല്ലേ എന്നും പറഞ്ഞ് ശാരിക ആ പൂവും ചന്ദനവും ഒക്കെ ഇലയിലേക്ക് പെറുക്കിയെടുത്ത് എന്താ നിനക്കും പ്രസാദം എന്ന് പറഞ്ഞ് ശ്യാമയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അതല്ല മോളെ, അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡൻറ്റ് കണ്ടു, അപ്പോൾ ചോര കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ അവിടെ ചെന്നിട്ട് വിളക്ക് കത്തിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീയുടെ സാരി തുമ്പിൽ തീ, പിന്നെ ഇതും കൂടി ആയപ്പോൾ എന്തോ ഒരു ആപസൂചന മണക്കുന്നു എന്ന് പറഞ്ഞ് ശാരദാമ്മ ആകെ വിഷമിച്ചങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് നേരത്തെ സത്യഭാമയുടെ വീട്ടിൽ വന്ന സുസ്മിത എന്ന് പറഞ്ഞ പെൺകുട്ടി അമ്പലത്തിൽ തൊഴുത ശേഷം സ്കൂട്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. അന്നേരം അവിടെ വന്ന സ്കൂട്ടിയുടെ ബ്രേക്കിൽ ഇങ്ങനെ പിടിക്കുകയാണ് സുസ്മിത. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പറയടി നീ ആരാണ്? നീ സുസ്മിത അല്ലെന്നൊക്കെ എനിക്കറിയാം, നീ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എൻ്റെ രോഹിതേട്ടനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് നീ വന്നതല്ലേ? ഞാൻ പഴയതൊക്കെ മറന്ന് നല്ല കുട്ടിയാവാനായിട്ട് ശ്രമിക്കുകയാണ്, അതിനിടയിലാണ് നീ കയറി വന്നത്. നീ ആരാടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനൊരു ഫ്രോഡ് തന്നെയാണ്, പക്ഷെ എന്നേക്കാൾ ഫ്രോഡല്ലേ നീ? അത്രയ്ക്ക് നീ രോഹിത്തിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫ്രോഡായ നീ രോഹിത്തിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അത്രയ്ക്ക് മഹാനായ ഒരാളായിരിക്കുമല്ലോ. ഇനി എന്തായാലും അവനെ ഞാൻ നിനക്ക് വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പേര് സന്ധ്യ എന്നാണ്, പക്ഷെ നീ വിചാരിച്ചാലൊന്നും അത് തെളിയിക്കാനായിട്ട് സാധിക്കില്ല. ഈ കളിക്ക് പിന്നിൽ നിന്നേക്കാൾ ഫ്രോഡായ ഒരാളാണ് ഉള്ളത് എന്നാ സന്ധ്യ പറയുകയാണ്.
ഈ കളിക്ക് പിന്നിൽ ഒരു ഗജ ഫ്രോഡ് തന്നെയാണ് എന്നിങ്ങനെ സന്ധ്യ പറയുമ്പോൾ സുസ്മിതയും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സന്ധ്യ എന്ന പെൺകുട്ടിയെ കൊണ്ടുവന്നത് സുസ്മിതയാണോ, അതേനി ഹേമലതയുടെ ആളാണോ, അതോ ഇനി വസുമതി കല്യാണം മുടക്കാനായിട്ട് ഈ സന്ധ്യ ഇറക്കിയതാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക്